ശരി, ആ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. അവിടെ നാം എന്താണ് വായിക്കുന്നത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഈ വാക്ക് അല്ലെ ഈ വാചകം, ചെറിയ വാചകം, ഇത് ശരിയായ നിലയിൽ മൂലഭാഷയായ ഗ്രീക്കിൽ നിന്ന് തർജ്ജമ ചെയ്താൽ ഇങ്ങനെയല്ല തർജ്ജമ ചെയ്യേണ്ടത്. നമ്മുടെ ഇംഗ്ലീഷ് തർജ്ജമയിലും മലയാളം തർജ്ജമയിലും പൗലോസ് ഉദ്ദേശിച്ച ആ ഒരു എംഫസിസ് വരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇത് വാസ്തവത്തിൽ പൗലോസ് എഴുതിയത് വളരെ ശക്തമായ ഒരു കൽപ്പനാ രൂപത്തിലാണ്. ദിസ് ഇംപറേറ്റീവ് എന്ന് പറയും ഇംഗ്ലീഷ് ഗ്രാമറിൽ. ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യം. പഴയ നിയമത്തിൽ ദൈവം മോശയിൽ കൂടെ അനേകം കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെ അനേകം അരുതുകളുണ്ട്. എത്രമാത്രം ശക്തമായിട്ട് പഴയ നിയമത്തിൽ 10 കൽപ്പനകളിൽ ചില കാര്യങ്ങൾ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതേ ശക്തിയോടെ അതേ ഊന്നലോടെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുകയാണ്, സ്റ്റോപ്പ് വറിയിങ്. അങ്ങനെയാണ് തർജ്ജമ ചെയ്യേണ്ടത്. വിചാരപ്പെടുന്നത് അവസാനിപ്പിക്കുക, ആകുല ചിന്ത അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ആകുല ചിന്ത അരുത് എന്ന ശക്തമായ കൽപ്പനയാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇത് നാം പലപ്പോഴും മനഃപ്പാഠം പഠിക്കുന്ന വാക്യമാണ്, വായിച്ചു പോകാറുണ്ട്. ഇതൊരു കൽപ്പനയാണെന്ന് നമ്മിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് നമ്മിൽ പലരും അത് മനസ്സിലാക്കിയിട്ടില്ല. ഇത് കൽപ്പനയാണെങ്കിൽ കൽപ്പനാ ലംഘനം എന്താണ്? നാം സാധാരണ പറഞ്ഞൊരു വാചകമാണ്, കൽപ്പനാ ലംഘനം പാപമാണ്. ദ വയലേഷൻ ഓഫ് എ കമാൻഡ്മെന്റ് ഈസ് സിൻ, അല്ലെ? ഇത് കൽപ്പനയാണെങ്കിൽ ഈ കൽപ്പന നാം ലംഘിക്കുമ്പോൾ ഓർക്കുക, നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും നാം പാപം ചെയ്യുകയാണ്. പലപ്പോഴും വിശ്വാസികളായ നാം ഇതൊരു കൽപ്പനയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ കൽപ്പന ലംഘിക്കുമ്പോൾ നാം പാപം ചെയ്യുകയാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. നമുക്കറിയാം, നാം പലപ്പോഴും സന്ധ്യയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിലിരുന്ന് അന്നത്തെ പകൽക്കാലം നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഏറ്റുപറയാറുണ്ട്. നല്ല കാര്യം. നാം വാസ്തവത്തിൽ കുംഭസാരം നടത്തേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. എല്ലാ ദിവസവും പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നാം ആരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, കർത്താവേ, ഇന്നത്തെ പകൽക്കാലം ഞാൻ പല കാര്യങ്ങളെ ഓർത്ത് വറി ചെയ്തു, ആകുലചിന്ത അനുഭവിച്ചു, അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഇല്ല എന്നാണ് ഉത്തരം. അതിന്റെ കാരണം എന്താണ്? ഇതൊരു കൽപ്പനയാണെന്ന് തന്നെ നമുക്കറിയത്തില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉച്ചയോടത്ത സമയത്ത് നമ്മോട് പറയുന്നത് ഇതൊരു കൽപ്പനയാണ്, ഇത് വിശ്വാസികൾക്ക് കൊടുത്തൊരു കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ 4:1 വായിപ്പിച്ചത്. ഞാൻ വായിച്ചു കേൾപ്പിച്ചത് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ആരാണ് സഹോദരന്മാർ? പുതിയ നിയമത്തിന്റെ ഭാഷയിൽ സഹോദരന്മാർ എന്ന് പറയുന്നത് വിശ്വാസികൾ എന്നതിന്റെ സിനണിം ആണ്, ഒരു പര്യായ പദമാണ്. ബ്രദേഴ്സ് സിംപ്ലി മീൻസ് ബിലീവേഴ്സ്. ഇത് വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഇത് കൽപ്പനാ രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. സ്റ്റോപ്പ് പറയും. എന്താണ് ഈ സ്റ്റോപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? സ്റ്റോപ്പ് എന്നുള്ള വാക്ക് നാം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും എഴുതിയിട്ടുള്ളത്? സ്റ്റോപ്പ് എന്നുള്ള വാക്ക് ഉണ്ടല്ലേ? ഇതൊരു ട്രാഫിക് സൈനാണ് ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ സംഭവം ഞാനങ്ങ് പറയാം. എല്ലാം പല സംഭവങ്ങളും വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. 10-35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരൻ അമേരിക്കയിൽ പഠനത്തിന് വേണ്ടി പോയി. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്കോ പഠനത്തിനോ പോകുന്നവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഡ്രൈവിംഗ് ആണ്. അതില്ലാതെ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ പോയിട്ട് മടങ്ങി വന്നപ്പോൾ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തൊരു ഇൻസിഡന്റ് ആണ്, ഒരു സംഭവമാണ്. അവിടെ ചെന്ന് ആദ്യം ചെന്നപ്പോൾ തന്നെ ഡ്രൈവിംഗ് പഠിച്ച് അമേരിക്കൻ ലൈസൻസ് ഒക്കെ എടുത്തു. അതിനുശേഷം ഒരു ചെറിയ കാറൊക്കെ താൻ വാങ്ങിച്ചു, തന്റെ ഉള്ള പണമൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ ലോൺ എടുത്ത് കാറൊക്കെ വാങ്ങിച്ചു. ഒരു ദിവസം നമുക്കറിയാം, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ട്രാഫിക് റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ്. ഇന്ത്യയിലെ പോലല്ല. ഇന്ത്യയിലും ഇപ്പോൾ കുറെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, എന്നാൽ മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ. എന്നാൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ട്രാഫിക് റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ്, വളരെ കമ്പൽസറി ആയിട്ട് അതെല്ലാവരും അനുസരിക്കണം. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് താൻ തന്റെ കാറ് ഓടിച്ചുകൊണ്ട് ഒരു സ്ഥലത്തൂടെ പോവുകയാണ്. ഒരു ജംഗ്ഷനിലെത്തി. അവിടെ ട്രാഫിക് സിഗ്നൽസ് ഒന്നുമില്ല. താൻ നോക്കിയപ്പോൾ ട്രാഫിക് പോലീസുകാരനുമില്ല. മാത്രമല്ല ഉച്ച കഴിഞ്ഞ സമയം, അതുകൊണ്ട് വലിയ ട്രാഫിക്കുമില്ല. താനെങ്കിലും അവിടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 3 വാക്കുകൾ മാത്രമേ ഉള്ളൂ. എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇതാണ്: സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ്. ഇന്ത്യയിലും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും നമ്മൾ അധികം കാണുന്നില്ല. 3 വാക്കുകൾ മാത്രം: സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ്.
ഇദ്ദേഹം മലയാളിയാണ്, ഇന്ത്യക്കാരനാണ്. അത് വായിച്ചു. താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പോലീസുകാരെങ്കിലും ഉണ്ട്, പോലീസൊന്നുമില്ല. തന്റെ കാറിന്റെ സ്പീഡ് ഒന്ന് കുറച്ചു. താൻ ആ ജംഗ്ഷൻ ഒന്ന് ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത ഉടൻ തന്നെ എവിടെ നിന്നും ഒരു വിസിൽ ശബ്ദം താൻ കേട്ടു. ഇദ്ദേഹം കണ്ടില്ലെങ്കിലും ഒരു അമേരിക്കൻ പോലീസുകാരൻ എവിടെയോ മറന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഏതായാലും വിസിൽ കേട്ടപ്പോൾ തനിക്ക് മനസ്സിലായത് പോലീസുകാരന്റെ വിസിലാണ്. മാത്രമല്ല സ്ഥലം കേരളമല്ല, അമേരിക്ക ആയതുകൊണ്ട് താൻ പെട്ടെന്ന് കാറ് ബ്രേക്ക് ചെയ്ത് സൈഡിലോട്ട് അത് ഒതുക്കി. അപ്പോൾ ഒരു പോലീസുകാരൻ എവിടെ നിന്നോ കടന്നു വന്നു. അദ്ദേഹം വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, ഇവിടെ ഈ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു ബോർഡ് വെച്ചിരുന്നത് കണ്ടില്ലേ? അദ്ദേഹം കണ്ടു. അത് വായിച്ചില്ലേ? വായിച്ചു. എന്താണ് എഴുതിയിരുന്നത് എന്ന് പറഞ്ഞു. എന്താണ് എഴുതിയിരുന്നത്? സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ്. അപ്പോൾ വായിച്ചു. അപ്പോൾ ഈ പോലീസുകാരൻ ഒരു ചോദ്യം ചോദിച്ചു, ഇവിടെ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ട് താങ്കൾ എന്തുകൊണ്ടാണ് താങ്കളുടെ വാഹനം നിർത്താതെ പോയത്? സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ട് എന്തുകൊണ്ട് താങ്കൾ വാഹനം നിർത്താതെ പോയി? അപ്പോൾ നമ്മുടെ സഹോദരൻ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോൾ വലിയ ട്രാഫിക് ഒന്നുമില്ല, പിന്നെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിലും ഐ ഹാവ് സ്ലോ ഡൗൺ മൈ വെഹിക്കിൾ. ഞാൻ നിർത്തിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്റെ വാഹനം വളരെ സ്പീഡ് കുറച്ചാണ് പോയത്. കള്ളം പറഞ്ഞല്ലോ, ശരിയാണ്. അപ്പോൾ പോലീസുകാരനൊരു മറുപടി പറഞ്ഞു. അത് പറയാനാണ് ഇത്രയും ചരിത്രം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, സ്റ്റോപ്പ് ഡസന്റ് മീൻ സ്ലോ ഡൗൺ. എന്റെ സുഹൃത്തെ, നിർത്തുക എന്ന് പറഞ്ഞാൽ വേഗം കുറയ്ക്കുക എന്നല്ല അർത്ഥം. ഇത് പറയുകയും $50 ഫൈൻ അടിക്കുകയും ചെയ്തു. അമേരിക്കയാണ്ട് കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഈ ഭൂമിയിലെ ഒരു ഭരണാധികാരി അല്ല, ഈ ഭൂമിയിലെ ഒരു പോലീസുകാരൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ വാഹനം നാം പൂർണ്ണമായി നിശ്ചലാവസ്ഥയിലാക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവം തമ്പുരാൻ ഇന്ന് നമ്മോട് കൽപ്പിക്കുകയാണ്, സ്റ്റോപ്പ് പറയിങ്, ആകുലചിന്ത അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? ആ സഹോദരൻ ചെയ്താണ് നമ്മൾ ചെയ്യുന്നല്ലേ. അനേക കാര്യങ്ങൾ ബൈബിളിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല പാപങ്ങളോടുള്ള ബന്ധത്തിലും സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഗിയർ മാറ്റി സ്പീഡ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് അങ്ങ് പോവുകയാണ് അല്ലേ. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ അറിയത്തുള്ളൂ. എന്നാൽ അതല്ല, സ്റ്റോപ്പ് ഡസന്റ് മീൻ സ്ലോ ഡൗൺ. അതുകൊണ്ട് ഇന്ന് ഉച്ചയോടത്ത സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൽപ്പിക്കുന്ന കൽപ്പന ഇതാണ്, സ്റ്റോപ്പ് പറയിങ് അബൌട്ട് എവറിഥിങ്. ആകുല ചിന്ത അവസാനിപ്പിക്കുക. ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പൗലോസ് അപ്പോസ്തലനായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റി. പിന്നെ നിങ്ങൾ പ്രസംഗകർക്കും ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ മതി, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് അങ്ങ് നടക്കാം. ഞങ്ങളൊക്കെ ഓരോ ദിവസവും അനുഭവിക്കുന്ന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊന്നും നിങ്ങളാരും അറിയുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും സാധ്യമല്ല എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പൗലോസും നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു, ഒരു സാധാരണ മനുഷ്യൻ. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞത്? എവിടെയാണ്? കാരാഗൃഹത്തിൽ കിടക്കുക, ജയിലിൽ കിടക്കുകയാണ്. ഫിലിപ്പിയിലെ വിശ്വാസികൾ സ്വതന്ത്രരായി പുറത്ത് ജീവിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത, ജയിലിൽ കിടക്കുന്ന അപ്പോസ്തലൻ പുറത്ത് സ്വതന്ത്രരായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് കത്തെഴുതിയിട്ട് പറയുകയാണ്, നിങ്ങൾ ആകുലചിന്ത അവസാനിപ്പിക്കുക. വാസ്തവത്തിൽ ഇത് തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്? ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസിനൊരു കത്തെഴുതിയിട്ട്, അല്ലയോ സഹോദര പൗലോസേ, താങ്കൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, വിചാരപ്പെടേണ്ട, കാരണം ഞങ്ങളെല്ലാം താങ്കളുടെ പിന്നിലുണ്ട്, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പൗലോസ് ജയിലിലാണെങ്കിലും തനിക്ക് നാളെയെക്കുറിച്ച് ഭാരമില്ല. എങ്ങനെ അറിയാം ഭാരമില്ലെന്ന്? ഫിലിപ്പി ലേഖനം സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. ഫിലിപ്പി ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് റിജോയ്സ്, സന്തോഷിക്കുക. സന്തോഷിക്കുക. ഈ വാക്കുകൾ ഏതാണ്ട് 16 പ്രാവശ്യം ഈ ചെറിയ ലേഖനത്തിൽ വരുന്നുണ്ട്. ജയിലിൽ കിടക്കുന്ന പൗലോസിന് നാളെയെക്കുറിച്ച് യാതൊരു ഭാരവുമില്ല. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ. ഫിലിപ്പിയർ 1:21. അങ്ങനെ ഭാരമില്ലാത്ത പൗലോസ് വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുന്ന നിങ്ങൾ എന്നെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നിങ്ങൾ ജീവിക്കണം. ഇത് പൗലോസിന് സാധിച്ചു. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ അനേകം ഭക്തന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും അത് സാധിക്കണം. ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത, ദൈവവചനം വിശ്വാസികൾക്കൊരു കൽപ്പന കൊടുത്താൽ ആ കൽപ്പന അനുസരിക്കാനുള്ള ശക്തിയും അഥവാ കൃപയും
അതോടൊപ്പം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസിനോട് കർത്താവ് അരുളി ചെയ്ത് 2 കൊരിന്ത്യർ 12:9. അതുകൊണ്ട് കൃപ കൊടുക്കാതെ, ശക്തി കൊടുക്കാതെ ഒരു കൽപ്പന അനുസരിക്കണമെന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുകയില്ല. നാം നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചാൽ, നമ്മിലേക്ക് തന്നെ നോക്കിയാൽ ഈ കൽപ്പന അനുസരിക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ ശരണപ്പെടുന്നുവെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഇത് നമുക്ക് അനുസരിക്കാൻ കഴിയും. എങ്ങനെ? കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ച്. അതുകൊണ്ട് ഇത് കൽപ്പനയാണ്. ദൈവകൃപ പ്രാപിച്ച് നാം ഇത് അനുസരിക്കേണ്ടത് ആവശ്യമാണ്. ശരി, എന്തുകൊണ്ട് വിചാരപ്പെടാതെ ജീവിക്കാൻ നമുക്ക് കഴിയും? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്? വെറുതെ അങ്ങ് പറയുകയല്ല, അതിന്റെ കാരണങ്ങളും വേദപുസ്തകം വ്യക്തമാക്കുന്നു. ഈ ഭാഗത്ത് ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5-ാം വാക്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിക്കാമോ? അത് കഴിഞ്ഞിട്ടാണല്ലോ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് എഴുതിയിട്ടുള്ളത്. പൗലോസ് എഴുതിയപ്പോൾ വാക്യം തിരിച്ചല്ല എഴുതിയത്. 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എന്ത് വായിക്കുന്നു? കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. മലയാളത്തിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഉണ്ടോ? ഇംഗ്ലീഷിലെ തർജ്ജമ കുറെ കൂടെ കറക്റ്റ് ആണ്. മറ്റതും ശരിയാണ്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, അത് സത്യമാണ്. പക്ഷേ പൗലോസ് എഴുതിയത് അങ്ങനെയല്ല. ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നു. ഇത് എഴുതിയിട്ട് അടുത്ത വാചകത്തിൽ, അടുത്ത ശ്വാസത്തിൽ പൗലോസ് രേഖപ്പെടുത്തി, therefore you do not worry about anything. കർത്താവ് സമീപസ്ഥനായിട്ടുണ്ട്, അതുകൊണ്ട് ആകുലചിന്ത അവസാനിപ്പിക്കുക എന്നാണ് എന്റെ ആശയം. ആകുലചിന്ത ഇല്ലാതെ എനിക്കും നിങ്ങൾക്കും ഈ ദുഷ്ടലോകത്തിൽ, പ്രശ്ന സമ്പൂർണമായ ലോകത്തിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഉത്തരം ഇവിടെയുണ്ട്. കർത്താവ് സമീപസ്ഥനാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം ആദ്യം പരിശോധിച്ചാൽ ദൈവം അനേകം ശുശ്രൂഷകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവരിൽ പലരും ആ ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ മടി കാണിച്ചിട്ടുണ്ട്. അവർ ഭയമുള്ളവരായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുള്ള വാഗ്ദാനം ഒന്നു തന്നെയാണ്. എന്താണ് വാഗ്ദാനം എന്നറിയാമോ? ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് പോകുക. ഇതാണ് മോശയോട് പറഞ്ഞത്, ഇതാണ് യോശുവയോട് പറഞ്ഞത്, ഇതാണ് യെരമ്യാവിനോട് പറഞ്ഞത്. എല്ലാവരോടും കർത്താവിന് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഇത് തന്നെയാണ് അന്തിമ കൽപ്പന കൊടുത്തപ്പോൾ മത്തായി 28:20 തന്റെ ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ഒരു പേരാണ് ഇമ്മാനുവേൽ. എന്താണ് ഇമ്മാനുവേൽ എന്നുള്ള പേരിന്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. കർത്താവിന്റെ പേര് തന്നെ ഇമ്മാനുവേലാണ്. മാത്രമല്ല, താൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് തൊട്ടു മുമ്പ് തന്റെ അരുമ ശിഷ്യന്മാരെ അരികെ വിളിച്ചു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അത് മുഴു സഭയ്ക്കും കൊടുത്ത വാഗ്ദാനമാണ്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്ന ഒരു ആശയമാണ്. ഞാൻ 1-2 വാക്യങ്ങൾ അങ്ങ് ഉദ്ധരിച്ചു പോകാം. അനേകം വാക്യങ്ങൾ ഉണ്ടെങ്കിലും 46-ാം സങ്കീർത്തനം 1-ാം വാക്യം, അവിടെ നാം എന്താണ് വായിക്കുന്നത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഹി ഈസ് എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ഏറ്റവും അടുത്ത തുണയാണ്. കർത്താവ് നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട്. എന്നാൽ കഷ്ടങ്ങളിൽ എന്ത് സംഭവിക്കും? അവൻ ഏറ്റവും സമീപസ്ഥനായി വരും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദാവീദ് എഴുതുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുകയില്ല. ദാവീദിനെന്ന് കണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാമെന്ന്, അല്ലയോ ദാവീദേ, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന്, അല്ലെങ്കിൽ എനിക്കൊരു ഭാരവുമില്ല എന്ന്. താങ്കൾ ഒരു രാജാവ് ആയതുകൊണ്ടാണോ? അതോ താങ്കൾ ഒരു സോൾജിയർ, ഒരു യോദ്ധാവായതുകൊണ്ടാണോ? ഇങ്ങനെ നാം ചോദിച്ചാൽ ദാവീദ് നമ്മോട് ഇങ്ങനെ പറയും, എന്റെ സഹോദരന്മാരെ, ഇതൊന്നുമല്ല കാരണം. അതിന്റെ കാരണം ഞാൻ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേ വാക്യത്തിന്റെ 2-ാം ഭാഗത്താണ് എന്താണ് വായിക്കുന്നത്? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം 2-ാം ഭാഗം. ആദ്യ ഭാഗത്ത് പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ, അല്ലെങ്കിൽ മരണ നിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താണ് കാരണം? നീ എന്നോടുകൂടെ ഇരിക്കുന്നു. ദൈവമേ, നീ എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. എനിക്കൊന്നിനെ കുറിച്ചും വറി ചെയ്യേണ്ട ആവശ്യമില്ല, ഭാരമില്ല. എത്രയോ അനുഗ്രഹീതമായ വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്.
ഇങ്ങനെ ഒരു സാങ്കല്പിക കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യന്റെ ശരീരവും ശരീരത്തിന്റെ ഷാഡോ, നിഴലും തമ്മിൽ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ശരീരവും നിഴലും തമ്മിൽ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഈ നിഴൽ, ഷാഡോ ആണ് സംസാരം ആരംഭിച്ചത്. ഈ ഷാഡോ ശരീരത്തോട് പറഞ്ഞു, അല്ലയോ ശരീരമേ, നീ എന്നോട് വളരെ നന്ദിയുള്ളവനായിരിക്കണം. യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു മീ. അപ്പോൾ ശരീരം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ നന്ദിയുള്ളവനായിരിക്കേണ്ടത്? അപ്പോൾ ഈ ഷാഡോ പറഞ്ഞു, നീ എവിടെ പോയാലും നിന്റെ പിന്നാലെ വരുന്നത് ഞാൻ മാത്രമാണ്. നീ എവിടെ പോയാലും ഞാൻ നിന്റെ പിന്നാലെ ഉണ്ട്. നിഴൽ പോലെ പിന്തുടരുക എന്നൊരു പ്രയോഗം മലയാളം ഭാഷയിലുണ്ടല്ലേ, നിഴൽ പോലെ പിന്തുടരുക. അപ്പോൾ ശരീരം പറഞ്ഞു, എനിക്ക് മനസ്സിലായി, കൊള്ളാം, എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ശരീരം പറഞ്ഞു, പക്ഷെ എനിക്കൊരു സംശയം. നീ പറഞ്ഞല്ലോ നീ എപ്പോഴും എന്നോടുകൂടെ വരുമെന്ന്, പക്ഷേ ഞാൻ ഇരുട്ടത്താകുമ്പോൾ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. When I am in the dark, I cannot see you, അല്ലേ? ഞാൻ ഇരുട്ടത്താകുമ്പോൾ നിന്നെ കാണുന്നില്ലല്ലോ. നീ പറഞ്ഞല്ലോ എപ്പോഴും വരാമെന്ന്, എന്നാൽ ഇരുട്ടത്താകുമ്പോൾ നിന്നെ കാണുന്നില്ലല്ലോ. അതിന് നിഴലിന് ഉത്തരമില്ലായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, ദാവീദ് ഈ വാക്യം എഴുതിയപ്പോൾ ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് എഴുതുന്നത്. മരണ നിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, എന്റെ ശരീരത്തിന്റെ നിഴൽ പോലും എന്നെ പിന്തുടരാത്ത ആ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ദൈവമേ, ആ സമയത്തും നീ എന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമുക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന വലിയ വാഗ്ദാനമാണിത്. നമുക്ക് മാത്രമേ ഈ കൽപ്പന അനുസരിക്കാനും സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം, കരുണയുള്ളവനായ ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്ന ദൈവം എപ്പോഴും എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും, ആപത്ത് വേളകളിലും, സന്താപ വേളകളിലും, ആനന്ദ വേളകളിലും എല്ലാം അവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആകുല ചിന്തയില്ലാതെ ജീവിക്കും.